ട്രെയിനർ എന്താ പറഞ്ഞേ? ആ അങ്ക് വേണ്ടായിട്ടുള്ള ഉരുളല്ല എനിക്ക് വേണ്ടി. ഇത് ഉടായി പൊരുള, ഇത് ഉടായി പൊരുള. ഇത് 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 ഉടായി പൊരുള. ഹേയ് ആഷിഖാണ്. ഇന്നൊരു കുടുംബസംഗമത്തിന് പോവാണ്. കുടുംബസംഗമം എന്ന് വെച്ചാൽ ഉപ്പൻ്റെ ഫാമിലിയിൽ നമ്മൾ പോലും അറിയാത്ത, ഉപ്പ പോലും കാണാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന കുറേ പരിപാടി ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഫുൾ ഫാമിലി മീറ്റ്, അതും ഉപ്പൻ്റെ നാട്ടിൽ വെച്ചിട്ടാണ്. പുറക്കാട്ടിരി അത്തോളി ആ ഭാഗത്താണ് മെയിനായിട്ട് പരിപാടി നടക്കുന്നത്. അപ്പം ഞാൻ ഇറങ്ങുന്നേ ഉള്ളൂ. ഇപ്പം അവളൊക്കെ ഒന്ന് പോയി നോക്കുക എന്താ പരിപാടി എങ്ങനെയാണെന്ന് നോക്കി. കുറേ ആൾക്കാർ അറിയാത്തതുണ്ട്, കുറേ അല്ല, ഒരു 75% ആൾക്കാർ ഞാൻ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയായിട്ടാണ്, എനിക്കങ്ങനെ വലിയ ഓർമ്മശക്തി ഒന്നുമില്ല. അറിയുമെന്ന് ചോദിച്ചാൽ ഓന്ന് പറയും, അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്കൊന്ന് പോയിക്കാലോ, കാണിച്ചു തരാം. സംഭവം എന്താ വെച്ചാൽ എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ്. അപ്പം ബാ. നീയാ ആരെങ്കിലും അറിയോ? ഒരാള് ഇതൊക്കെ നമ്മള് കുടുംബക്കാരുണ്ട് കേട്ടോ. സ്പോട്ടിലെത്തിന് കേട്ടോ, ഒരു ഐഡിയ ഇല്ല. പോയോക്കാം. 2 മണ്ടന്മാരും എനിക്ക് ബൈക്കിൽ നിന്ന് കിട്ടീന്, അറിയുന്ന 2 ആൾക്കാരെ കിട്ടീന്. അയൂഖ കിട്ടോ. And all committee personalities and the relatives, persons of the Korean family who are presented on the stage, and especially my dearest Korean family members who are very interestingly present in front of me of our dear. നല്ല കാര്യമാണ്. ഹജ്ജിന് ഒന്നിച്ചു പോയവർ ഗെറ്റ് ടുഗദർ നടത്തുന്നുണ്ട്. ഒരു സീസണിൽ ഹജ്ജിന് പോയവർ അവർ ഒന്നിച്ച് 1-2 വർഷക്കാലം കഴിയുമ്പോൾ സഹായം, പരസ്പര സംശയങ്ങളായിരിക്കാം, ഒട്ടനവധി പ്രശ്നങ്ങൾ ഭാര്യയും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു. നമ്മുടെ രാവിലത്തെ പ്രോഗ്രാമിന് ശേഷം ഉച്ചൻ്റെ മുമ്പായിട്ട് തന്നെ 1 മണിക്കൂറോളം നീണ്ടിരിക്കുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ് ഫാമിലീസിനൊക്കെ ഭയങ്കരമായിട്ട് അത് എന്താ പറയുക ഉപകാരപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ടായിരുന്നു. അതിനുശേഷം നല്ല കിടിലൻ ചിക്കൻ ബിരിയാണിയും നല്ല വെറുംചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചോറ് നല്ല ചൂടായതുകൊണ്ട് തന്നെ അധികം ബിരിയാണി കഴിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നീടും അതിനുശേഷം പരിപാടി പിന്നെയും തുടങ്ങി. ഓരോ മണിക്കൂർ ഗ്യാപ്പ് ഇട്ടും നറുക്കെടുപ്പ് നടക്കണ്ടേ കേട്ടോ. ഓരോരോ സമ്മാനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുംചോറ് ഇനി സൈക്കോളജി അല്ലേ, നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തൂടെ? എന്താ എടുക്കാന്? വേറെ ആളാക്കി, അല്ലെങ്കിൽ നമുക്ക് തന്നെ എടുത്താൽ പോരെ? ഇനിയോ പൈസയും വേണ്ടി? എന്നാ പൈസ വേണോ? ചില്ലറ പൈസ. ലാസ്റ്റ് എനിക്ക് വരെ ഇവിടെ കമ്മിറ്റിന്റെ കാർഡ് കിട്ടി. അപ്പം നമ്മളെ കുടുംബസംഘം എന്നാ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട്. ഇന്നലെ രാത്രി ഞാൻ സഭ വെറുതെ കണ്ണുപടിയിലാൻ വന്നതിനും എന്തായാലും വേണ്ടില്ല. കുറെ അറിയാത്ത കുറെ ആൾക്കാരുണ്ട്, അപ്പൊ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഫുഡിങ് സെക്ഷൻ നമ്മുടെ ടീമൊക്കെ കഴിക്കണ്ട. അന്യാ കഴിച്ചോ ബാക്കിയുള്ള കാഴ്ചകളും കൂടി കാണല്ലേ. അപ്പൊ ലൈവായിട്ട് സംഭവം പോകുന്നുണ്ട്. എന്റെ ലിങ്ക് ഓൾറെഡി ഗ്രൂപ്പിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ആർക്ക്
എനിക്ക് കൂല. പരിചയപ്പെടുത്തണം. അപ്പോൾ സമയം ഒരുപാട് വൈകും. നിങ്ങൾക്കറിയാം, മൂത്ത മകൾ ആയിഷബി താത്ത അവിടെ ഉണ്ട്. ചെറിയ ബുദ്ധിമുട്ടൊക്കെ നടക്കാനുണ്ടെങ്കിലും ഈ ഒരു അന്നോ എന്താ പുതിയ ലേറ്റസ്റ്റ് പുയ്യോട്ടിക്കുള്ള സമ്മാനം ഇത് റൂമിലൊക്കെ സ്ഥലല്ലോ കേട്ടോ മോളെ. അയ്യോ വേണ്ട മോളെ. ഓരോ മണിക്കൂർ നറുക്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ഒരു ബമ്പർ നറുക്കെടുപ്പ്, ഒരു ചെറിയ ഗോൾഡ് കോയിൻ കേട്ടോ. അതെടുത്തതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ അവിടെ കണ്ടത്. നമ്മളെ ഈ ഒരു കമ്മിറ്റിൻ്റെ ചെയർമാൻ തന്നെയാണ് കിട്ടിയത്. അപ്പം അത് കിട്ടിയത് നന്നായി തന്നെ ഞാൻ പറയും. കാരണം കുറേ അധികം കഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു എന്താ പറയുക ലക്കിയുടെ സമ്മാനം കിട്ടുമ്പോൾ അതൊരു നല്ല സന്തോഷമായിട്ട്. അങ്ങനെ കുടുംബസംഗമം എന്താ ലാസ്റ്റ് സമയത്തേക്കാണ്. കുറേ ആൾക്കാരെ പരിചയപ്പെട്ടില്ല, പെടാനുള്ള സമയം കിട്ടിയില്ല, പരിപാടികളൊക്കെ ഇങ്ങനെ പോയി. എന്തായാലും വളരെ അടിപൊളിയായിരുന്നു. ഇനിയും അങ്ങനെ പരിപാടികൾ വെക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.